2 കൂപ്പൺ സിമ്പിളായിട്ട് ചെലവാണ്ടായിരുന്നു. നീ നശിപ്പിച്ച്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്റെ ആ ചേട്ടാ വിളിയില്ലേ, അതാണ് പ്രശ്നമാക്കിയത്. പിന്നെ ഞാൻ അനിയാന്ന് വിളിക്കുന്നോ? രണ്ടും വിളിക്കരുത്. ചേച്ചി നട നീട്ടി വിളിക്കണം. ഈ പായസമൊക്കെ ചേച്ചിമാരുടെ എരിയണം. ചേട്ടന്മാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഗോതമ്പും പാലടയും 2 കൂപ്പൺ ചെലവായനല്ലേ? അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴേ ചേച്ചി നീട്ടി വിളിക്കാം. ആ ചേച്ചി ചേച്ചി ചേച്ചി. നമ്മള് ഓണത്തിന്റെ പായസ കൂപ്പൺ വിൽക്കാൻ വന്നതാണ്. മുനമ്പം പച്ചമീൻ വിൽക്കാൻ വന്നതല്ല. ഒന്നും വിളിച്ചു നോക്കിയല്ല. ഇനി വിളിച്ചാൽ നിന്നെ ഞാൻ എന്തെങ്കിലും വിളിക്കും. എന്നാ വിളിക്കണല്ലോ. ആരാ? എന്താ? നമസ്കാരം ചേച്ചി. ഞങ്ങള് മഴയോ? നിങ്ങളാണോ മഴ? ഞങ്ങള് മഴയല്ല, ഞങ്ങള് പൂനിലാമഴ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാ. പ്രസിഡന്റ് സെക്രട്ടറി. ഒയ്യോ തെറ്റിപ്പോയി. സെക്രട്ടറി പ്രസിഡന്റ്. ഒയ്യോ. ഞാൻ പ്രസിഡന്റ്, ഇവൻ സെക്രട്ടറി. ശരി, എന്നാ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം. പോലെ മാഡം, ഞങ്ങള് പായസ കൂപ്പൺ കൊണ്ടുവന്നതാ. പാലട ഗോതമ്പ് രണ്ടിനും ഒരേ വില 250 രൂപ. ലിറ്ററിനാണോ? അതെ, 1/2 ലിറ്ററിന്. എനിക്ക് ഗോതമ്പാണ് ഇഷ്ടം. മരുമോൾക്കാണെങ്കിൽ പാലടയും. ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചിന്ന് വിളിച്ചോണ്ട് 2 കൂപ്പണിന് ചെലവാൻ പോണേ. ഒരു ഗോതമ്പ് പായസം എടുത്തോ. അപ്പൊ പാലട വേണ്ടേ മരുമോക്ക്? പാലട വേണമെങ്കിൽ അവൾ കാശ് കൊടുത്ത് മേടിച്ചോളും. എനിക്ക് ഗോതമ്പ് പായസം മതി. ദേ വരണട്ടാ. ഗോതമ്പിങ്ങി ഗോതമ്പ് ഒരെണ്ണം ചെലവായില്ല. ഇത് ഞങ്ങളുടെ കുടുംബശ്രീ ഓണത്തിന് ഇറക്കിയ സമ്മാന കൂപ്പൺ. 500 രൂപയുള്ളൂ. ഇത് എടുത്തിട്ട് 250 രൂപ ബാക്കിതാ. എന്ത് പെട്ടെന്നല്ലേ 2 കൂപ്പൺ ചെലവായത്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുത്ത് ചേച്ചി ഒന്ന് ഇങ്ങോട്ട് തന്ന്. പറ്റിയത് പറ്റി. ഇനി അടുത്ത വീട്ടിൽ കയറാം. അടുത്ത വീട്ടില് ചേച്ചി നീട്ടി വിളിച്ചാ മതിയാ.